കൃപാസൗഖ്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 24-ാം ദിവസം. ഈശോമിശിഹായുടെ ദിവ്യഹൃദയത്തിലെ മുൾമുടി. ഈശോമിശിഹായുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശിന്റെ സാരം എന്തെന്ന് സംക്ഷേപമായി ധ്യാനിച്ചതിന്റെ ശേഷം ഇന്നേ ദിവസം തന്റെ ദിവ്യഹൃദയത്തിലെ രണ്ടാമത്തെ ആഭരണമായ മുൾമുടിയെക്കുറിച്ച് കുറഞ്ഞൊരു നേരം ധ്യാനിക്കാം. ഈ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന മുൾമുടി തൻ്റെ പാടുപീഡകളെയും വ്യാകുലാധിക്യത്തെയും സൂചിപ്പിക്കുന്നു. ഈ മുൾമുടി തൻ്റെ പീഡാനുഭവത്തിൻ്റെ കാലങ്ങളിലും തൻ്റെ തിരുത്തലയിൽ യൂതജനം മുൾമുടി വെച്ച് തന്നെ രാജാവെന്ന് വിളിച്ച് അപമാനിച്ചു സമയങ്ങളിലും മാത്രമല്ല ധരിച്ചിരുന്നത്. പരിശുദ്ധ കന്യകയുടെ ഉദരത്തിൽ ഉത്ഭവിച്ച ക്ഷണം മുതൽ കുരിശുമരണം വരെയും ഇപ്പോഴും വിശുദ്ധ കുർബാനയിലും പാപമെന്ന മുള്ളുകൾ സദാ ഈശോയെ വ്യാകുലപ്പെടുത്തി വരുന്നു. ഓ അത്ഭുതം! മിശിഹായുടെ ദിവ്യഹൃദയ പീഡയെ അറുതിയില്ലാത്ത സ്നേഹമേ, കർത്താവെ, അങ്ങയെ മനുഷ്യർ ശരിയായി അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ജീവിതകാലത്തിൽ അങ്ങേ ദൈവിക മഹിമയെയും വല്ലഭത്വത്തെയും രാജകീയ അധികാരത്തെയും മറച്ചു കളയുകയും വിശുദ്ധ കുർബാനയിൽ എപ്പോഴും മറയ്ക്കുകയും ചെയ്യുന്നുവല്ലോ. എങ്കിലും അങ്ങേ വല്ലഭത്വത്തോടും അധികാരത്തോടും എതിർക്കുവാൻ ആർക്കും കഴിയും? കർത്താവെ, അങ്ങ് മാത്രം സർവ്വലോകത്തിൻ്റെയും ഏക രാജാവായിരിക്കുന്നുവെന്ന് ഞാൻ അനുസരിച്ച് പറയുന്നു. മിശിഹായെ സ്നേഹിക്കുന്ന ആത്മാവെ, സർവ്വവല്ലഭ രാജാവായ ഈശോ തൻ്റെ മുറിവിനെ മറച്ച് നിന്റെ സ്നേഹത്തെ പ്രതി വ്യാകുലതകളാലും അപമാനങ്ങളാലും നിറഞ്ഞ ഒരു രാജാവായി ചമഞ്ഞ് ഈ മുൾമുടി ധരിച്ചുവെന്ന് ഓർക്കുക. അവിടുത്തെ ഹൃദയത്തിൽ ധരിച്ചിരിക്കുന്ന മുൾമുടി നിന്റെ പാപങ്ങളാലും മനസ്സാക്ഷിക്കും വിരോധമായ പ്രവർത്തികളാലും ദുഷ്വിചാരങ്ങൾ ആലോചനാദികളാലും ഉണ്ടാക്കപ്പെട്ട് നിന്റെ കരങ്ങളാൽ തന്നെ ധരിപ്പിച്ചുവെന്ന് സംശയലേശം കൂടാതെ നിന്റെ ബോധ്യത്തിൽ ധരിച്ചുകൊള്ളുക. നിന്റെ മേലുള്ള സ്നേഹാധിക്യത്താൽ എരിയുന്നവനും നിനക്ക് വേണ്ടി ഇത്രയധികമായ പീഡകൾ സഹിക്കുന്നവനുമായ നിന്റെ രക്ഷകന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നിൽ ഉണ്ടായിരിക്കുന്ന അശുദ്ധ ആഗ്രഹങ്ങൾ, ആലോചന ആദിയായ തിന്മകളെ നീക്കി നിന്റെ ശക്തിയൊക്കെയും കൂടെ ഈ ദിവ്യ പരമപിതാവിനെ സ്നേഹിക്കുന്നതിന് ശ്രമിച്ചുകൊള്ളുക. ജപം. സകല നിക്ഷേപങ്ങളുടെയും ഭണ്ഡാരമായ ഈശോയെ, അങ്ങേ ദിവ്യഹൃദയം മുൾമുടി ധരിച്ചതായി ഞാൻ കാണുകയാൽ തളർന്നു ബോധരഹിതനാകാതിരിക്കുന്നതെങ്ങനെ? എൻ്റെ ആയുസ്സും ശരണവും ആശ്വാസവുമായ ഈശോയെ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെയും ലോകമക്കളുടെയും പാപങ്ങൾ അങ്ങേ ദിവ്യഹൃദയത്തെ എത്രമാത്രം ദുഃഖിപ്പിക്കുന്നു. ഹാ, എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമായ ഈശോയെ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയ കണ്ണുനീരാൽ എന്നിലുള്ള പാപാശുദ്ധികളെ കഴുകി അങ്ങേ തിരുസന്നിധിയിൽ കൃപ ലഭിപ്പാൻ എനിക്ക് ഇടവരുത്തി അരുളണമേ. ആമേൻ. കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത ജപം. മുൾമുടി ധരിക്കപ്പെട്ട ഈശോയുടെ ദിവ്യഹൃദയമേ, എൻ്റെ പാപങ്ങളിൽ മേൽ മനസ്താപപ്പെടുന്നതിന് കൃപ ചെയ്തരുളണമേ. സൽക്രിയ. നിന്റെ തഴക്കദോഷങ്ങൾ ഏവയെന്നറിഞ്ഞ് അവയിൽ നിന്നും ഒഴിവാകുവാൻ ഈശോയുടെ ദിവ്യഹൃദയാനുഗ്രഹത്തെ യാചിച്ചുകൊള്ളുക.
ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ. അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ യേശുനാമത്തിൽ നന്ദി പറയുന്നു. ആമേൻ.